സ്ത്രീധനം എന്ന് പറഞ്ഞ ജഗദീഷ് സാർ അഭിനയിച്ച സിനിമ ഇറങ്ങി. 94 ഭാര്യ സിനിമ ഇറങ്ങി. ഇന്നിപ്പോ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോഴും വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ പറയേണ്ട വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഇപ്പോഴും ആ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ്. കഴിഞ്ഞ 35 ദിവസമായി ജയിലിൽ കഴിഞ്ഞ 18-കാരന് കോടതി ജാമ്യം അനുവദിച്ചു. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു പോവാണ്. പണ്ട് കൊച്ചായിരുന്ന സമയത്ത് ഈ ഡോക്ടർ പൈലറ്റ് വരെയൊക്കെ ആകണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മറ്റേ CD മ്യൂസിയുടെ അവസരത്തോട് നന്ദി. പണ്ട് അടുത്ത വീട്ടില് പുറത്ത് നിന്നിട്ട് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പൊ പപ്പയുടെ സ്വന്തം ഓപ്പോസിൽ ഡയലോഗ് അങ്ങനെയൊക്കെ. പുറത്ത് നിന്ന് കേട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം ആ പാട്ട് കേട്ട ഇപ്പൊ വീട് വന്നിട്ട് ആശാന്റെ വീടിന് വരെ സ്പീക്കർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ് അതുപോലെ ഏതെങ്കിലും വേറെ സിനിമ ഓർമ്മയുണ്ടോ? ഡോറിനിടെ കൂടെ കണ്ടതിന് ഡോറിന്റെ കൂടെ കണ്ടത് അത് ആശ ഒറ്റയ്ക്ക് കണ്ടോണ്ടിരിക്കും. ലൈഫില് ഭയങ്കര റിസ്ക് എടുത്ത് പാടിപ്പോയിട്ടുണ്ടോ? ഈ മീസ തന്നെ ഒരു പ്ലാൻ ആയിരുന്നു. കുറെ ആൾക്കാരുടെ കുറെ നാളത്തെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അതായിരുന്നു. എനിക്ക് വാട്സ്ആപ്പ് സ്റ്റിക്കർ ഉണ്ട്. പല സമയത്തും ഞാൻ പലർക്കും അയച്ചു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. വെൽക്കം ബാക്ക് ടു ജംഗോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ആസിഫ് അലി, സിദ്ധാർത്ഥ് ഭരതൻ, അസീസ് നെടുമങ്ങാട്, ആനന്ദ്, സേതുനാഥ് പത്മകുമാർ. വെൽക്കം ടു ദി ഷോ. വെൽക്കം സാർ, നമ്മളിതിന്റെ ട്രെയിലർ ഒക്കെ കണ്ടിട്ടപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, സ്ത്രീധനം ഇല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ലൈഫ്, അങ്ങനത്തെ ഒരു ടോപ്പിക് ഒരു ഫൺ എന്റർടൈൻമെന്റ് രീതിയിൽ എടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് ഓൾ അബൌട്ട് ഫിലിം? അല്ല, ഫണ്ണ് മാത്രമല്ല, ഫൺ ഉണ്ടോന്ന് ചോദിച്ചു ഫണ്ണിന് മാത്രമായിട്ട് നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സഹദേവന്റെ കല്യാണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ സിനിമയിൽ ഇതിവൃത്തം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു പരിധിവരെ പുരുഷന്മാരും കുറച്ച് പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്കും പീഡനം എന്നല്ല, പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഞാനൊരു റൈറ്റപ്പ് വായിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമകളിൽ ചിത്രീകരിക്കാറുള്ളത്. എന്നാൽ ഇതിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമയിൽ പുരുഷന്മാരുടെ വിഷമവും പുരുഷന്മാരുടെ കല്യാണം കഴിഞ്ഞ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണെന്ന് ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാറ് തന്നെയാണല്ലോ എഴുതിയത്. ഇങ്ങനെ ഒരു ടോപ്പിക് വന്നത് എങ്ങനെയാ മനസ്സിൽ? ഇത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് എങ്ങനെയാ? കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ടു ബാക്ക് ഒത്തിരി സിനിമകൾ കാണുന്നുണ്ട്. അപ്പം വേറിട്ടൊരു വിഷയം പറയണമെന്ന് തോന്നി. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതാണ് ആ ടോപ്പിക് എന്ന് തോന്നിയത്. ഇതിലിപ്പം ജഗദീഷ് സാർ അഭിനയിക്കുന്നുണ്ട്. ഇപ്പം 93 തോന്നുന്നു സ്ത്രീധനം എന്ന് പറഞ്ഞ ജഗദീഷ് സാർ അഭിനയിച്ച സിനിമ ഇറങ്ങിയിരുന്നത്. അന്ന് അതിൽ ഈ പറയുന്ന ഡൗറി ഇഷ്യൂ ഒക്കെ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. 94 ഭാര്യ സിനിമ ഇറങ്ങി. അതിൽ ആഫ്റ്റർ മാരേജിന് ശേഷം ഉണ്ടാവുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ 2025 എത്തി നിൽക്കുമ്പോഴും വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു സിനിമ പറയേണ്ട വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രസക്തി. ഓക്കെ, ഇപ്പോഴും ആ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ്. കാലാകാലമായിട്ട് ആണും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളൂ. റൈറ്റ് ഫ്രം ഈറ്റിംഗ് ദി ആപ്പിൾ നിലനിൽക്കുന്നുണ്ട്. ചേട്ടന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്തായിട്ട് ഇപ്പം കഴിഞ്ഞ 2 സിനിമ, ഇപ്പം ജയ് ജയ് ജയ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് പൊന്മാനാണെങ്കിലും, രണ്ടിലും ഏകദേശം നമുക്ക് ഈ പറയുന്ന കല്യാണം, ഈ പറഞ്ഞ സ്ത്രീധനം എല്ലാം ചർച്ച ചെയ്തിട്ടുള്ള സിനിമകളാണ്. രണ്ടിലും നായികയുടെ ആംഗ്ലയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നതും. അപ്പൊ ഇതിലെ ചേട്ടന്റെ വേഷം എന്താണ്? ഇതിലും അങ്ങനെയാണോ ചർച്ച ചെയ്യുന്നത്? ആംഗ്ലയല്ല, മാറ്റി പിടിച്ചു. ഓക്കെ, ഇതില് നമ്മുടെ ഇടിച്ചാനാ മറ്റേ ആംഗ്ല സ്റ്റാർ പട്ടം. ഇതില് ഞാൻ ആസിഫിക്കയുടെ സഹദേവൻ എന്നുള്ള ക്യാരക്ടറിന്റെ ഫ്രണ്ടാണ്. ഞാനും അസീസിക്കയും
ഞങ്ങള് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. നീ നിന്റെ പറഞ്ഞത് എനിക്ക് പറയാൻ ഞാൻ പറയാം. ചേട്ടനെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പുള്ളിയുടെ ജീവിതത്തില് പുള്ളി എല്ലാ കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയും. ഈ പറയുന്ന പോലെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതാണോ കുഴി കൊണ്ട് ചാടിക്കുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത് അല്ല, സപ്പോർട്ട് വളരെ നല്ല സുഹൃത്തുക്കളാണ്. എങ്ങനെ ആയിരിക്കണം സുഹൃത്തുക്കൾ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണങ്ങളാണ്. മാതൃകാപരമായ ക്യാരക്ടറാണത്. ചേട്ടന്റെ ഒരു അനന്തേട്ടന്റെ ഞാൻ പാടിയ ഒരു ഇന്റർവ്യൂല് കണ്ടതാ. പണ്ട് കൊച്ചായിരുന്ന സമയത്ത് ഡോക്ടർ പൈലറ്റ് വരെയൊക്കെ ആകണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 7th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കമലഹാസൻ സാറിന്റെ ഒരു ഫിലിം കണ്ടതിന് ശേഷമാണ് ആക്ടിങ്ങിലേക്ക് ആഗ്രഹം വരുന്നതും അതിലേക്ക് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഇപ്പൊ ഞാൻ മറ്റേ CD മ്യൂസിക്കിൽ അവസാനത്തെ സാറിനോട് നന്ദി. അല്ല, ചേട്ടന്റെ ഇപ്പം പൊന്മാനിലെ ക്യാരക്ടറൊക്കെ അത്രയും നോട്ടീസ് ചെയ്യുന്ന ക്യാരക്ടറാണ്. പൈലറ്റിന്റെ അളിയൻ, ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അല്ല, അത് പിന്നെ നമ്മുടെ ഈ ചെറുതായിരിക്കുമ്പോഴത്തെ സ്കൂളിൽ എല്ലാരും പറയുന്ന എന്താവണമെന്ന് വെച്ചാൽ എല്ലാരും പൈലറ്റ് എന്ന് പറയും. അപ്പൊ നമ്മളും കയറി പൈലറ്റ് എന്ന് പറയും. അറിയുള്ളൂ. ഭാഷ കണ്ടു കഴിഞ്ഞപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവറാണോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മറ്റേ ഈ ചാരി നിന്നിട്ട് മറ്റേ ബാഗ്. പണ്ട് കണ്ടക്ടറിൽ ഒരു ലെതർ ബാഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ബാഗിന് ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്ന കണ്ടപ്പോ എനിക്ക് കണ്ടക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും സിനിമയിൽ അഭിനയിക്കുന്നുള്ള ഒരു 7th വന്ന ഒരു ആഗ്രഹം ഇപ്പൊ എന്തായാലും ഭയങ്കര സക്സസ്ഫുൾ ആയി. ചേട്ടന്റെ പൊന്മാനിലെ ക്യാരക്ടർ അത്രയും അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ ചേട്ടൻ എന്താ തോന്നുന്നത്? ആ ഒരു ആഗ്രഹം സബലീകരിച്ച് നിൽക്കുന്നു, ഇതുപോലത്തെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ആഗ്രഹം സബലീകരിച്ചെന്ന് വെച്ചാൽ ഒരു നല്ല ക്യാരക്ടറുകൾ കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളൊരു നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനി എന്താ ഫ്യൂച്ചറിലെ ആഗ്രഹം ചേട്ടൻ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ നല്ല ആഗ്രഹം. നല്ല പൈലറ്റായിട്ട് അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് നടക്കും തീർച്ചയായിട്ടും. ആസിഫിക്ക് അടുത്ത് എന്താ പറയാൻ, എങ്ങനെ തുടങ്ങണം എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം. അപ്പൊ കുറെ ആർട്ടിസ്റ്റുകളെ, ആക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഡൗൺ ആയിട്ട് പോകും. ആസിഫ് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് വന്നിട്ട് പെട്ടെന്നൊരു ഗ്രോത്താ. ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നിട്ട് ഭയങ്കര അടിപൊളി ഓരോ ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ തന്നെയും ഒരുപാട് ഇപ്പം റീൽസിലും ഒക്കെ കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ആസിഫിക്കയുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കണ്ടോ, എന്ത് രീതിയിലൊക്കെയാണ് സിനിമ ചൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ ഇപ്പം ശരിക്കും പർപ്പസ്ഫുള്ളി അങ്ങനെ എനിക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ആവണം അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ? അല്ല, നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം. അതിനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ഈ അടുത്താണ് അതൊക്കെ സംഭവിച്ചു തുടങ്ങിയത്. ഇപ്പോഴും അന്ന് സെലക്ട് ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷെ നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട്. നല്ല സംവിധായകരുടെ ഒപ്പവും നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ല സിനിമകൾ സംഭവിക്കുന്നതാണ്. അപ്പൊ എല്ലാ സിനിമ ചെയ്യുമ്പോഴും ഒരേ പ്രതീക്ഷ തന്നെയാണ്, ഇത് നല്ലൊരു സിനിമയായിരിക്കും. ഇത് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഭയങ്കര ഡിഫറെന്റ്ലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ വരുന്നത്. അപ്പൊ അതെങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ? അങ്ങനെ ഭയങ്കര ബോധപൂർവ്വമുള്ള ചോയ്സസ് ഒന്നും അല്ല അത്. അതും ഈ പറയുന്ന പോലെ ഇപ്പൊ എൻ്റെ അടുത്ത് നല്ലൊരു കഥ പറയുന്നു, ആ കഥ എനിക്ക് ഇഷ്ടമാകുന്നു, ആ ക്യാരക്ടറിന് എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അടുത്തത് വരുമ്പോൾ അതിന്റെ വേറൊരു കഥയും വേറൊരു ക്യാരക്ടറും ആയിരിക്കും. അപ്പൊ ആ ചോയ്സസ് ബാക്ക് ടു ബാക്ക് വരുമ്പോൾ ക്യാരക്ടർ സെലക്ഷനിൽ ഡിഫറൻസസ് പർപ്പസ്ഫുള്ളി കൊണ്ടുവരുന്ന പോലെ തോന്നുന്നതായിരിക്കാം. പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ? എല്ലാം എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചേട്ടൻ സംസാരിക്കാൻ നേരത്തെ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല, ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാ. എവിടുന്ന് ചേട്ടൻ ഇറങ്ങി വരാൻ നേരത്ത് ഒരു റെസ്റ്റോറൻറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു ചെറുക്കൻ ഇങ്ങനെ ഒരു പയ്യൻ വന്നു വരുമ്പോൾ ആസിഫ് ഇങ്ങനെ സംസാരിച്ചിട്ട്, ആടാ നിന്നെ ഞാൻ കണ്ടായിരുന്നു, ഞാൻ അകത്തോട്ട് പോയപ്പോൾ കണ്ടു, നീ വേറെ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിക്കാഞ്ഞതാ എന്നൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നത്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് തട്ടിയിട്ടാ പോകുന്നത്. ഇതേ സാധനം തന്നെ ചേട്ടന്റെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരാൾ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ പ്രസ് മീറ്റ് എന്തോ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ചേട്ടൻ വന്നിട്ട് സംസാരിച്ചിട്ട് അടുത്ത ചോദിക്കുന്നത്, നീ ഓക്കെ അല്ലേടാ എന്ന് ചോദിച്ചിട്ട് തട്ടിയിട്ടാ പോകുന്നത്. ശരിക്കും അതങ്ങനെ ഇപ്പൊ ആരും അങ്ങനെ അധികം എല്ലാവരോടും ചോദിക്കാത്തതും എന്നാൽ എല്ലാവർക്കും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഓക്കെ അല്ലേ എന്നുള്ളത്. ചേട്ടൻ ഇപ്പൊ വിജയ് സൂപ്പർ പൗർണമിയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കേട്ടിരിക്കാനും ആരുമില്ല, ഇനി ചോദിക്കാനും ആരുമില്ല എന്നുള്ളത്. ചേട്ടന്റെ ക്യാരക്ടർ സിനിമകൾ മോശമായിട്ട് ഉള്ള സിനിമകൾ ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്നോട് ഒരുപാട് പേര് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം ആർക്കെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നതാണ്. ചേട്ടൻ കോമൺ ആയിട്ട് ചേട്ടന്റെ ക്യാരക്ടറിന്റെ ഭാഗമാണ് ഇങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കുക, ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഈ റെസ്റ്റോറന്റിൽ പറയുന്നത് ആ പയ്യൻ എന്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പൊ അവനെ പറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഞാൻ ചേട്ടന്റെ ഇപ്പൊ ബസുക്കയുടെ ഇന്റർവ്യൂ ഒരു മിനിഞ്ഞാന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു, ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില്
ചേട്ടൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാ, ഈ സൗദി വെള്ളയ്ക്കയും പറവയൊക്കെ പോലത്തെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളും തിയേറ്ററിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സിനിമകൾ നല്ലതായിട്ട് ഹിറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് താഴെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കമന്റ് കിടക്കാണ്, എപ്പോഴാണ് സിദ്ധാർത്ഥേട്ടൻ അങ്ങനത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് സിദ്ധാർത്ഥേട്ടൻ ഇങ്ങനെ ചെയ്യുന്നത്, ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ആ ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു സിനിമ കാണണം എന്നുണ്ടെന്ന് കുറേ കമന്റ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഉടനെ ശരിക്കും ഉടനെ തന്നെ ഉണ്ടാവും. ശരിക്കും എന്റെ രണ്ടാമത്തെ സിനിമ സിദ്ധു സംവിധാനം ചെയ്തിട്ട് മിത്രം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതിന്റെ ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ആ സിനിമ സംഭവിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ കുറെ സിനിമകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്, സംഭവിച്ചില്ല. പക്ഷെ ഉടനെ ഒരു സിനിമ സംഭവിക്കും. ആസിഫിക്ക് വെച്ച് തന്നെ. Yes. ഓ അടിപൊളി, സംഭവിക്കട്ടെ. അതെന്റെ ഒരു ആഗ്രഹമാണ്. ചേട്ടന്റെ വേറൊരു ഡ്രീം പ്രോജക്റ്റ് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തെയ്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതിന്റെ എന്തെങ്കിലും ഇല്ല, അതിപ്പോ ദീപക് പറമ്പോളാണ് ചെയ്യുന്നത്. തട്ടും വെള്ളാട്ടം. അതെ. ദീപക് പറമ്പോളും സൗബിനും കൂടെയാണ് ആ സിനിമ മൃദുല ഡയറക്ട് ചെയ്തത്. ചേട്ടൻ എന്താ പറ്റിയേ? ചേട്ടന്റെ ഡ്രീം പ്രോജക്റ്റ് ആന്ന് പറഞ്ഞു. അതായിരുന്നു. പക്ഷെ ആ സിനിമ എന്താ പറഞ്ഞാൽ തെയ്യം വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ഇപ്പൊ ഈ സമയത്തൊക്കെ വരും. അത് നമ്മൾ ആ സിനിമ പ്ലാൻ ചെയ്ത് കുറച്ചധികം സമയം എടുത്തു, അതിന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ സിനിമ ഉടനെ സംഭവിച്ചില്ലെങ്കിൽ തെയ്യം ആയതുകൊണ്ട് ഒത്തിരി പേര് അത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഇമ്മീഡിയറ്റ് ഇതായിട്ട്. പിന്നെ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ നന്നായിട്ട് ദീപകിന് അത് ചെയ്യാനും പറ്റും. കാര്യം ദീപക് പയ്യന്നൂർ എന്നുള്ള ഒരാളാണ്. തെയ്യങ്ങളായിട്ടും ആചാരവും വിശ്വാസവും ഒക്കെ ആയിട്ട് കുറെ കൂടെ കൂടുതൽ അറിയാവുന്ന ഒരാളുമാണ്. അപ്പൊ ദീപക്കാണ് എന്നേക്കാൾ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ മാറിയതാണ്. ചേട്ടൻ്റെ സിസിക്കയുടെ ഇപ്പം പല ഇന്റർവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഒബ്സർവേഷൻ സ്കില്ലുള്ള ആളാണെന്ന്. ഇപ്പം സുരേഷ് ഗോപി സാറിന്റെ അടുത്ത് ഞെട്ടല്ലേ ശരിക്കും ഞാൻ എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു. അല്ല, ഞാൻ വേണേ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇത് സുരേഷ് ഗോപി സാറായിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഗോകുൽ ചേട്ടൻ പുറകിൽ നിന്ന് ഒരു കാര്യം പറയാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അത് ഒബ്സർവ് ചെയ്ത് പിന്നീട് എന്തോ സാറിനോട് ഉണ്ടായിരുന്ന സമയത്ത് ലെറ്റർ എഴുതി കൊടുത്തിട്ടാ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേസിലേട്ടന്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ആ ഒരു ഷൂട്ടിങ്ങിന്റെ ടൈമിലൊക്കെ ഇവരിന്ന് ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താ? ഫോർ എക്സാമ്പിൾ ആസിഫിക്ക. അത് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ അത് പറഞ്ഞ് എന്നെ അടിക്കോ സ്വഭാവ സവിശേഷത അതൊക്കെ തന്നെയാണ്. എല്ലാം നല്ല രീതിയിൽ നടന്നു, എല്ലാം നല്ല ആൾക്കാരായിരുന്നു. അതല്ല, ഒബ്സർവ് ചെയ്തൊരു കാര്യം അങ്ങനെ പറയാറുണ്ട് സിസിക്ക്. കുറെ ആൾക്കാർ ഇങ്ങനെ ബിജു മേനോന്റെ ഒരുപാട് പേരുടെയും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ബിജു ചേട്ടൻ ഇങ്ങനെയാ, എന്നെ ഫോണിൽ മക്കളുടെ ഫോട്ടോ കാണിച്ചില്ലേ, സുരേഷ് ചേട്ടൻ ഇങ്ങനെയാ, അങ്ങനെ എല്ലാവരും ഒബ്സർവ് പറഞ്ഞില്ലേ. ഇപ്പൊ എല്ലാം കൂടെ ഒരു 10-30 ഇന്റർവ്യൂസ് കഴിഞ്ഞു. അപ്പൊ അതിലെല്ലാ അവതാരകയും ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം അതാണ്. ഇപ്പൊ അതിന്റെ ആൻസർ ഞാൻ പറയട്ടെ വേണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ആസിഫിന്റെ ഒരു പടം ചെയ്യുക. ഞാൻ ഫസ്റ്റ് ആണ് ആസിഫിന്റെ ഒരു പടം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ നോട്ടവും ആസിഫിലോട്ടായിരിക്കും. ആസിഫ് എന്ത് ചെയ്യുന്നു, ആസിഫ് എങ്ങനെ അഭിനയിക്കുന്നു, അതങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മളെ കൂടെ നിൽക്കുന്നു, നമ്മൾ നല്ല സുഹൃത്തായിട്ട് കാണുന്നു. അത് കാണുമ്പോൾ നമ്മൾ ആസിഫിനെ ഒബ്സർവേഷൻ ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് ഇനി കൂടുതൽ പറഞ്ഞ് എന്നെ ഇറങ്ങിയിട്ട് അടിക്കും. അത് ഒബ്സർവ് ചെയ്തതാണ്. ഇഷ്ടം പോലെ തളർന്നു സാറ് അവിടെ കിടക്കെ. ആസിഫിക്ക് ഇപ്പം മാർക്കോ ഇറങ്ങിയ സമയത്ത് ഉണ്ണിമൂന്തൻ ചേട്ടന്റെ ഭയങ്കര അടിപൊളി അഭിനയമായിരുന്നു. എനിക്ക് ഭയങ്കര കൊതി, എനിക്ക് അസൂയ തോന്നി അതുപോലത്തെ ഒരു ക്യാരക്ടർ. ഇപ്പം ആവേശം ഇറങ്ങിയപ്പം ഫഹദിക്കയുടെ ക്യാരക്ടർ കണ്ടിട്ട് അതുപോലെ എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് 1-2 പേരുടെ പേര് പറയാം. അവരുടെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയത് ഏതാന്ന് പറയോ? ഓക്കെ, പൃഥ്വിരാജ്. എമ്പുരാൻ. എനിക്ക് ഉറുമി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ അനന്തഭദ്രം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള പടമായിരുന്നു. ചാക്കോച്ചന്റെ ഒക്കെ കുറെ നല്ല സിനിമകൾ, അനിയത്തിപ്രാവ് മുതലാണ്. ഇപ്പൊ
ഓഫീസർ അല്ലേ See, ഞാൻ അഭിനയിക്കാത്ത എല്ലാ നല്ല സിനിമകളിലും ആ റോളുകളും എനിക്ക് വേണം എന്നാണ് എന്റെ ആഗ്രഹം. തോന്നാറുണ്ട് എല്ലാവർക്കും തോന്നുന്നതാ സത്യം. അതിപ്പോ ഇപ്പം പൃഥ്വിന്റെ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഉർമി പോലും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് പറഞ്ഞിട്ട് കുറെ സംസാരമായതായിരുന്നു. പ്രേമം ഹിറ്റായപ്പോ എനിക്ക് അയ്യോ ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ തോന്നി. അത് എനിക്ക് ആ ക്യാരക്ടറിനോടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് അല്ലാതെ ഒരു മറ്റേ പ്രൊഫഷണൽ ഈഗോയോ അസൂയോ ഒന്നും അല്ലാതെ എന്റെ ഒരു അത്യാഗ്രഹം കിട്ടിയിരുന്നെങ്കിൽ അല്ലേ, കിട്ടിയിരുന്നെങ്കിലല്ല നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു അത് എന്റെ അടുത്ത് ചോദിച്ചെങ്കിൽ ഞാൻ നരസിംഹമൊക്കെ പറഞ്ഞു എനിക്ക് കിട്ടാതെ പോയ എല്ലാ വേഷങ്ങൾ പണ്ട് നല്ലല്ലേ വെറൈറ്റി അയ്യോ നരസിംഹ അത് കഴിയുമ്പോ കൊണ്ട് അടക്കണം. അതോടെ തീരുമാനിച്ചേ അസീസിക്ക് ഇപ്പൊ ഇത് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, ഇങ്ങനെ പണ്ട് അടുത്ത വീട്ടില് സിനിമ കാണാൻ പോകുന്ന സമയത്ത് പുറത്ത് നിന്നിട്ട് കേൾക്കാറുണ്ടായിരുന്നു ഇപ്പൊ പപ്പയുടെ സ്വന്തം ഓപ്പോസിറ്റ് ഡയലോഗ് അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടായിരുന്നു പണ്ട്. അതായത് നമ്മുടെ കേബിൾ ടി വി, അതായത് ഇപ്പം ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ ഏതോ ഇന്റർവ്യൂ പറഞ്ഞാട്ടോ കൂട്ടത്തിരിക്കും ആരും കേട്ടിട്ടില്ല. അത് നീ എങ്ങനെ കേട്ടു? ഞാൻ എല്ലാ റെഫറൻസ് എടുത്തു. അത് പണ്ട് നമ്മുടെ പുറത്ത് നിന്ന് കേട്ട് കരച്ചിട്ടുണ്ടെന്നൊക്കെ പറയട്ടെ അവിടെ കാസറ്റ് ആണല്ലോ, അറിയാലോ, മറ്റേ നമ്മുടെ VHS. അപ്പൊ അവിടെ നമ്മളവിടെ ആശാൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളിയുടെ വീട്ടിൽ മാത്രമേ സംഭവം. അപ്പം പുള്ളി അങ്ങനെ നല്ല നല്ല കുട്ടികളെ അകത്ത് കയറ്റില്ല. ആ നാട്ടിലെ നല്ല കുട്ടികളെ ഞങ്ങളെ അകത്ത് കയറ്റില്ല. കാരണം അവിടെ ചെയറൊക്കെ അഴിച്ച് പൊട്ടിക്കുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികളെ കയറ്റും. അപ്പൊ ഞങ്ങൾ ജനാലയുടെ ഇങ്ങനെ സൗണ്ട് കേൾക്കും. അന്നൊക്കെയാണ് ആ പപ്പയുടെ തപ്പസിലെ പാട്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത്. സീരിയസ്ലി അത് കേൾക്കുന്നത്. പക്ഷെ പിന്നീട് ഞാനത് ഇത് പറഞ്ഞത് കണ്ണൂർ സ്കൂളിന്റെ ഒക്കെ ആ സമയത്ത് ഇന്റർവ്യൂലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ശബ്ദം, മമ്മൂക്കാരുടെ ശബ്ദം, ആ പാട്ട് കേട്ട ഇപ്പൊ വീട് വന്നിട്ട് ആശാന്റെ വീടിന് ഒരു സ്പീക്കർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസ് അങ്ങനെ കേട്ട ഒരാളുടെ കൂടെ അഭിനയിക്കാനും അങ്ങനെ ഇത്തരത്തിലുള്ള നല്ലൊരു ബന്ധം ഇപ്പൊ ഉണ്ടല്ലോ. അതെ 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 അതെ, അതൊരു വലിയ ഭാഗ്യമല്ലേ. അത് അങ്ങനെ കേട്ടോണ്ടാണ് ഇപ്പൊ അഭിനയിക്കാൻ പറ്റിയത്. അകത്തിരുന്നെങ്കിൽ അതുപോലെ ഏതെങ്കിലും വേറെ സിനിമ ഓർമ്മയുണ്ടോ ഇതുപോലെ ഇങ്ങനെ കേട്ടിട്ടാ ഇങ്ങനെ ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ അഭിനയിക്കാൻ ഡോറിന്റെ കൂടെ കണ്ടത് ഡോറിന്റെ കൂടെ കണ്ടത് അത് പറയാൻ പറ്റും. അത് ആശ ഒറ്റയ്ക്ക് കണ്ടോണ്ടിരിക്കും. ആശ കളഞ്ഞാണ്. ചേട്ടനും പണ്ടെന്തോ എത്ര വയസ്സിലെ തിയേറ്ററിലെത്തിയത് സിനിമ കാണാൻ? ആദ്യം ജനലിന്റെ ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ വന്ന് കാണുന്ന പടം കിലുക്ക. ഫസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണുന്ന പടം കിലുക്ക. ചേട്ടന്റെ ഏതാന്ന് ഓർമ്മയുണ്ടോ? ചേട്ടൻ ശ്രീകൃഷ്ണ തിയേറ്റർ എല്ലാവർക്കും അറിയാലോ. അല്ല, അവിടെ പോയിട്ട് കൊച്ചിലെ ഇങ്ങനെ വാപ്പ എന്താ അവിടെ കൊണ്ട് ഇങ്ങനെ ഇരുത്തുമായിരുന്നു സിനിമ കാണാൻ വേണ്ടി, അതുപോലെ നോക്കാതെ എന്ന് പറഞ്ഞു. അപ്പൊ ഓർമ്മയുണ്ട് ഏത് ആദ്യം കണ്ടേന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ കണ്ടപ്പോഴാണോ ഇപ്പൊ അനന്തേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് അഭിനയിക്കണം? അല്ല, ഞാൻ സിനിമകളും എല്ലാം കാണുമായിരുന്നു. റിലീസാവുന്ന സിനിമകളെല്ലാം ഇതൊരു വീക്കെൻഡ് ആവുമ്പോ തിയേറ്ററിൽ കൊണ്ട് സിനിമ കാണിക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ സിനിമയെ പറ്റി പറയുന്ന പോലെ തന്നെ എന്റെ വാപ്പടുത്ത് അന്ന് ചോദിച്ചിരുന്നെങ്കിൽ വാപ്പായും പറയുമായിരുന്നു സിനിമകളോടുള്ള ഇഷ്ടത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ വാപ്പ സിനിമ കാണാൻ ഒരുമിച്ച് പോവും, അല്ലെങ്കിൽ എന്നെ ടിക്കറ്റ് എടുത്ത് കയറ്റിയിരുത്തിയിട്ട് ടൗണിൽ വാപ്പയുടെ തിരക്കെല്ലാം കഴിയുമ്പോൾ ഷോ കഴിഞ്ഞ് എന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അപ്പൊ അങ്ങനെ സിനിമകൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് സിനിമയോട് ഇത്രയും സ്നേഹം തോന്നിയതും സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നിയതും. ഏതെങ്കിലും പർട്ടിക്കുലർ ഫിലിം ഉണ്ട് ഇപ്പൊ അനന്തേട്ടന് കമലഹാസന്റെ നായകൻ, അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടപ്പോ? പർട്ടിക്കുലർ സിനിമകളൊന്നും അങ്ങനെ പറയാൻ അങ്ങനെയൊന്നും ഓർക്കുന്നില്ല. പക്ഷെ സിനിമകൾ എല്ലാം ഒരുമാതിരി എല്ലാം കാണുമായിരുന്നു. ഇപ്പൊ നമ്മൾ കാസറ്റ് എടുക്കാൻ പോവാണെങ്കിലും ആദ്യത്തെ ചോയ്സ് ജാക്കി ചാന്റെ പടം ഉണ്ടോ, പിന്നെ രജനീകാന്ത്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം തുടങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ സിനിമകളും ആദ്യം ഇടിപ്പടങ്ങളായിരുന്നു കാണുക, പിന്നെ ഹ്യൂമർ കാണാൻ തുടങ്ങി, പിന്നെ ഇടയ്ക്ക് ഹൊറർ പടങ്ങൾ കാണാൻ തുടങ്ങി. ഈവിൾ ഡെഡ് അപ്പൊ അങ്ങനെ എല്ലാം നമുക്ക് എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റുകളെല്ലാം ഇപ്പൊ കണ്ടില്ലേ ഒരേപോലെയാണ് ഷേപ്പ് ആയി വന്നത്. ചേട്ടൻ സിദ്ധാർത്ഥേട്ടൻ പറഞ്ഞില്ലേ ഈ വൈശാലി, അമരം
പോലത്തെ സിനിമ റിലീസ് ചെയ്ത് കണ്ടാൽ കൊള്ളാം എന്നൊരു തിയേറ്ററിൽ ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഇപ്പം ഒരുപാട് സിനിമകൾ അങ്ങനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചേട്ടൻ നേരത്തെ പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ എന്തുവാന്ന് തോന്നുന്നത് പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ദേവദൂതനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കാണും, ഒരേ ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരു 1-2 സിനിമ ഏതാന്ന് ഒരു കാര്യം പറയണ്ടേ. എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോയി കണ്ട പടം വൈശാലി. അത് ആദ്യത്തെ ദിവസം. അപ്പൊ അച്ഛൻ ഇപ്പോഴും പറയത് വലിയ തിരക്കൊന്നുമില്ല എന്ന ആദ്യത്തെ ദിവസം. അവരാദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയി കണ്ട പടമാണ് ഫസ്റ്റ് പടം വൈശാലിയാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹം തിയേറ്ററിൽ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. മണിച്ചിത്രത്താഴായിരുന്നു, അത് ഞാൻ ഇപ്പൊ കണ്ടു അല്ലേ? വേറെ ഏതെങ്കിലും? അതെ, എനിക്കെല്ലാം കാണും. യോധ കാണണമെന്നുണ്ട്. ഇഷ്ടംപോലെ പടമുണ്ട്. അങ്ങനെ ഇന്ന പടം ഇതിന്റെയൊക്കെ നെഗറ്റീവ് ഉണ്ടോ ഈ മത്സ്യത്തിലൊക്കെ പറയുമ്പോ അന്നത്തെ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. അല്ല, മത്സ്യത്തിനാഴ് ഇപ്പൊ തിയേറ്ററിൽ കണ്ടപ്പോ നമ്മൾ അന്ന് കാണാത്ത കുറെ കാര്യങ്ങൾ, സത്യം ഡീറ്റെയിലിംഗ്, പല ഡീറ്റെയിലിംഗ് നമ്മൾ നോട്ടീസ് ചെയ്തു. വൈശാലിയും താഴ്വാരമൊക്കെ പറ്റുമോ? ഇല്ല, അതാണ് അതിന്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ നെഗറ്റീവ് ഒന്നും ഇല്ല. ഇതെല്ലാം തിരിച്ചു പിടിക്കണം, തിരിച്ച് റീലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴ്വാരമൊക്കെ ആ സൗണ്ടും കൂടെ വെച്ച് സത്യം. പക്ഷെ പ്രോബ്ലംസ് ഉണ്ട്. അതെ അതെ. ചേട്ടന്റെ ഇപ്പം സൂക്ഷ്മദർശിനിയിലെ ക്യാരക്ടർ എല്ലാവരും എപ്പോഴും പറയുന്നതായിരിക്കും, എങ്കിലും അത് വളരെ ഭയങ്കര ഒരു ഡിഫറെന്റ് ക്യാരക്ടർ, പക്ഷെ അടിപൊളിയായിട്ട് അയ്യോ ഞാൻ എങ്ങനെ പറയുന്നല്ലേ തിയേറ്ററിൽ പറഞ്ഞു. പിന്നെ ഞാനത് പറയാൻ വരുമായിരുന്നു, എന്നാലും ഞാൻ ഓൾറെഡി കുറച്ച് തെറ്റിച്ചിട്ടിരിക്കുന്നുണ്ട് ഒരു ടെൻഷൻ പറയാൻ. അല്ല, ഈ ഡയലോഗ് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഈ ഡയലോഗ് തെറ്റിപ്പോയ പ്രശ്നവും കഷ്ടപ്പെട്ട് പറയാൻ പോയത് അപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു. ആ ഡയലോഗും വെച്ചിട്ട് ചേട്ടൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാ, ജീവിതത്തിൽ പ്ലാൻ ചെയ്യും പാളിപ്പോകും, പ്ലാൻ ചെയ്യും പാളിപ്പോകും. അത് കുറെ ആൾക്കാരുടെ കുറെ നാളത്തെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് അതായിരുന്നു ഈ ചേട്ടനാ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എന്റെ ഒരു സ്റ്റിക്കർ ഉണ്ട്, എനിക്ക് വാട്സ്ആപ്പ് സ്റ്റിക്കർ ഉണ്ട്. പല സമയത്തും ഞാൻ പലർക്കും അത്തരത്തില് ഇപ്പം ആ ഡയലോഗ് ഇപ്പൊ ശരിക്കും ആ വാട്സപ്പിലൊക്കെ സ്റ്റോറി ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഈ പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കോളേജ് പ്ലാൻ എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ നേരെ വരുന്നത് ഇതാണ്, ജീവിതത്തിൽ പ്ലാൻ ചെയ്യും പാളിപ്പോകും. അതൊരു ട്രോള് പോലെയും കൂടെയാണ്. പ്ലാൻ ചെയ്യും പാളിപ്പോകും, റിസ്ക് എടുക്കാത്തതായിട്ടൊന്നുമില്ല, എനിക്ക് റിസ്ക് എടുക്കാനും ഇഷ്ടം, എന്നിട്ടും പാളിപ്പോകും. അങ്ങനെ ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞത്. അങ്ങനെ ലൈഫില് ഭയങ്കര റിസ്ക് എടുത്ത് പാളിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഇത്രയും ചേട്ടൻ പറഞ്ഞു വിട്ടു. ഓർത്തെടുത്ത് പറയാനൊക്കെ ബുദ്ധിമുട്ട്. ഒരു പർട്ടിക്കുലർ ഒന്നും പറയാൻ പറ്റില്ല. ഈ വീസ തന്നെ ഒരു പ്ലാൻ ആയിരുന്നു, അത് പാളിപ്പോയതാ. അതുള്ള ആസിഫിക്ക കെട്ടിയോളാണെൻ്റെ മാലാകെ ഒക്കേഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, അമ്മച്ചി കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു മെമ്മറി? കെട്ടിയോളാണ് മാലാകയുടെ ഷൂട്ട് കഴിഞ്ഞ് ഇതുപോലെ കാര്യം അതിന്റെ മൊത്തം ഷൂട്ടിന്റെ ഫോർമാറ്റ് ഭയങ്കര രസമായിരുന്നു. കാര്യം ഞങ്ങൾക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരുമിച്ചുള്ളൊരു ടീം സ്ക്രിപ്റ്റ് റീഡിങ് ആ വീട്ടിൽ വെച്ചായിരുന്നു. ആ വീട്ടില് പുറകില് സ്ലീവാച്ചൻ പെങ്ങന്മാരുടെ മടി കിടന്നിട്ടൊരു സീക്വൻസ് ഉണ്ടല്ലോ വർത്താനം പറയുന്നത്, അവിടെ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് റീഡ് ചെയ്തത്. അത് അമ്മച്ചി ഉണ്ടായിരുന്നു, പെങ്ങന്മാരുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോണ്ടിങ്ങിലാണ് ശരിക്കും നിസാം ഞങ്ങളെല്ലാരും പ്ലേസ് ചെയ്തത്. എന്നെ അവരെല്ലാരും വിളിക്കുന്നത് കുട്ടായി എന്നാണ്. അപ്പൊ ശരിക്കും നമ്മൾ അത്രയും കണക്റ്റഡ് ആയിരുന്നു ആ സിനിമയിൽ. ആ സിനിമയ്ക്ക് അതിൻ്റെതായ ഫീൽ ചെയ്യുന്ന ഡിഫറൻസും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടായത്. അമ്മച്ചിയും ഞങ്ങളെല്ലാവരും പെങ്ങന്മാരൊക്കെ പോകുമ്പോൾ ശരിക്കും ഞാൻ അവിടെ നിന്ന് പോകുന്ന പോലെയായിരുന്നു. അപ്പൊ നിസാം ഇതുപോലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഇനി എന്താ മച്ചനെ കാണണ്ടെന്ന് ചോദിച്ച കാര്യം ഞാൻ പോയതാന്ന് അവനറിയാം. പിന്നെ ഫോൺ എടുക്കൂല, അത് നോക്കാം, പിന്നെ മെസ്സേജ് റിപ്ലൈ ഉണ്ടാവില്ല. അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഈ ലൊക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. പോകുന്നേരം സേതു അങ്ങനെ ചേട്ടന്റെ അനിയൻ ഇങ്ങനെ അപർണ ചേച്ചി എടുത്ത്
ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നെയാണോ ഇഷ്ടം ആസിഫിക്കാണോ ഇഷ്ടം, ആരെയാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് ചോദിക്കുമ്പോൾ അപർണ ചേച്ചി ഇങ്ങനെ പറയും, ആസിഫിക്ക് എനിക്ക് പേടിയാ, എനിക്ക് എന്നെ വഴക്കുറ, എനിക്ക് ടെൻഷനാ, പേടിയാ, എനിക്ക് കൂടുതൽ കംഫർട്ട് നിന്റെ അടുത്താന്ന് പറയും. എന്നാൽ അതേ ചേട്ടൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും പറയും, എനിക്ക് വാപ്പയും കാട്ടിലും പേടി ആസിഫിക്കയാ. ഇപ്പോഴും എന്തെങ്കിലും ഞാൻ ഉമ്മയോട് ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ ഇക്കയുടെ ഡോറിന്റെ ഇങ്ങനെ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അപ്പം എനിക്ക് ടെൻഷൻ വരും എന്ന് പറയും. പക്ഷെ ചേട്ടൻ പൊതുവെ നമ്മൾ വീഡിയോസിലൊക്കെ കാണാൻ ഭയങ്കര കൂൾ, പാവം, ശരിക്കും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന. ഞാനും അനിയനുമായിട്ട് 7 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ ബാലു വർഗീസായിട്ടോ അർജുൻ അശോകനായിട്ടോ ഗണുവായിട്ടോ ഉള്ളതിനേക്കാൾ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്. അതിനേക്കാൾ വേറൊരു റിലേഷനാണ് ഞാനും അച്ചുവായിട്ടുള്ളത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ്. അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചു വന്നത്. സ്ട്രിക്റ്റ് ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ജഗദീഷ് ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല എങ്കിലും ചോദിക്കുകയാണ്, ഇപ്പം ജഗദീഷ് ചേട്ടനും ആസിഫിക്കും കൂടെ ഒരുമിച്ച് കോംബോ പോലെ വരുന്ന ഒരു 3ാമത്തെ സിനിമയാണിത്. നിങ്ങൾക്ക് ഒരുമിച്ച് കോമ്പിനേഷൻസ് ഇല്ലെങ്കിൽ പോലും ഒരുമിച്ച് വരുന്ന 3ാമത്തെ സിനിമയാണ്. ബാക്കി 2ഉം ഹിറ്റ് അടിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഒരു ലക്കി കോംബോ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാണോ? ഇപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് ആനന്ദ് പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റുകളാണ്, ടാലന്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് നമുക്ക് മലയാള സിനിമയിൽ. അപ്പൊ അവരുടെയൊക്കെ ഗുണം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന റോൾസ് നിന്ന് മാറിയിട്ട് അവർക്ക് റിസ്ക് എടുക്കാനും എക്സ്പെരിമെന്റൽ ക്യാരക്ടേഴ്സ് ചെയ്യാനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജഗദീഷ് ചേട്ടൻ. ഇപ്പൊ ജഗദീഷ് ചേട്ടനെ നമ്മളിപ്പോ 2.0 വേർഷൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലീല മുതൽ ഇങ്ങോട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം പുതിയ പുതിയ ക്യാരക്ടേഴ്സും. അപ്പൊ നമുക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പല സമയത്തും ഇപ്പൊ റൊഷാക്കിലെ ക്യാരക്ടർ ഒന്നും എനിക്ക് തോന്നുന്നില്ല ജഗദീഷ് ചേട്ടനെ വെച്ച് ആലോചിക്കാൻ പോലും പണ്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതെങ്ങനെ അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റില്ലെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിനോട് എങ്ങനെ പറയും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാവുന്നു. എക്സ്പെരിമെന്റൽ ഇപ്പൊ മാർക്കോവിലെ ക്യാരക്ടർ നമുക്ക് ഒരിക്കലും ജഗദീഷ് ചേട്ടനല്ലേ ഒരാളെ കൊല്ലുന്നു നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ലായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നു. ഈവൻ കിഷ്കിന്ധകാണ്ഡത്തിലാണെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ നമ്മുടെ കൂടെ കുത്തിമറിഞ്ഞ് കോമഡി പറഞ്ഞ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരുപാട് സംസാരിക്കുന്ന രീതി, ആളുകളെ കംഫർട്ട് ചെയ്യുന്ന രീതി, അതൊക്കെ ജഗദീഷ് ചേട്ടന്റെ ഐഡന്റിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിവേഴ്സിറ്റി അതെ, എന്ത് ചോദിച്ചാലും ഇപ്പൊ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മറുപടി പറയുമ്പോ നമ്മളൊന്ന് ആലോചിക്കും. പക്ഷെ ജഗദീഷ് ചേട്ടൻ ആലോചിക്കാതെ തന്നെ മറുപടി പറയും. പക്ഷെ ആ മറുപടി സേഫ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ നമ്മൾ നേരെ ഇങ്ങനെ നോക്കും. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നോക്കി ഇവന് ഇങ്ങനെ ചേട്ടൻ പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കോമഡി സീൻസ് ചെയ്യാൻ കുറച്ച് ടഫാന്ന് പറഞ്ഞ സമയത്ത് ടൈമിങ്സ് ഈ ജഗദീഷ് ചേട്ടന്റെയും ഇപ്പൊ ജഗദീഷ് സാറിന്റെ ഒക്കെ ടൈമിങ് ഒരുപാട് കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ കൂടെ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഒരുമിച്ച് സീൻസ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരെ കൊണ്ടുവരില്ലായിരുന്നു. അല്ല, നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലവ് അണ്ടർ കൺസ്ട്രക്ഷനിലെ ജിജി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇപ്പൊ എന്റെ മനസ്സിലുള്ള റെഫറൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെ തന്നെയായിരുന്നു. ഇവർ മുമ്പ് ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ നമുക്ക് എൻ്റെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ കോപ്പി ചെയ്യാന്നുള്ളതല്ല, ചിലപ്പോൾ അതൊക്കെ വന്നു പോവായിരിക്കും അവരുടെ സാധനങ്ങളൊക്കെ. കാരണം നമ്മളെ മനസ്സിലൊക്കെ ഇവരൊക്കെ ഭയങ്കര ഇംപ്രിന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇവരുടെ പെർഫോമൻസും ഇവരുടെ ചേഷ്ടകളും ഇവരുടെ ഇതെല്ലാം മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആലോചനയിൽ വരുമ്പോൾ നമുക്ക് കിട്ടാത്ത സാധനം വരുമ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെയാണ് പിടിക്കുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്രയും ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയൊരു അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് വേറെ അടുത്തും പോകേണ്ടി വന്നില്ല. അവരെ തന്നെ കണ്ട അവരെ പഴയ പടങ്ങളും അവരുടെ സിനിമകളൊക്കെ കണ്ടാൽ മതി. അസിസിക്ക മറ്റേ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അതിന് എന്തൊക്കെയാ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? അത് ഒരു പുതിയ അറിവായിരുന്നു. പിൻട്രസ്റ്റ് എല്ലാ മിഷൻസും അല്ല, എല്ലാ ടൂൾസും ഉണ്ടെന്ന്. വെൽഡിംഗ് മുതൽ പല സംഭവങ്ങളും എല്ലാ സാധനങ്ങളും. അല്ല, ഞാന് നമ്മുടെ തെക്കന്തര സിനിമയില് അപ്പൊ വിചേട്ടൻ ഇതേപോലെ പരിപാടികളുണ്ടല്ലോ, പല ചെയർ വെൽഡിങ്. അപ്പൊ ഞാൻ വിചേട്ടൻ ഒരു ആപ്പുണ്ട് ഇൻട്രസ്റ്റ് അല്ലേ, ബിജേട്ടൻ ഇതുപോലെ കുറെ ചെയർസ് ഒക്കെ ഉണ്ടാക്കിയത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പുള്ളി സ്റ്റുഡിയോ ചെയ്തപ്പോഴും. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് വീട്ടിൽ. ഞാൻ തന്നെ പെയിന്റ് അടിക്കും, ഞാൻ തന്നെ ചില സംഭവങ്ങൾ വെൽഡ് ചെയ്ത് കൈപ്പൊള്ളും, അങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെ ചില വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പിൻട്രസ്റ്റ് നോക്കി ഉണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ടോ? ഇൻട്രസ്റ്റ് നോക്കിയാ ഉണ്ടാക്കിയത്
നേരത്തെ കുറച്ച് മുമ്പേ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ട് ഒരു പോസ്റ്റ്, എടാ എന്റെ പോസ്റ്റിന് 3 million ലൈക്ക് ആയിടാന്ന് പറഞ്ഞിട്ട് എന്തോ പിടിച്ചപ്പോ അത് ആർക്കൈവിൽ പോയി. അത് പോയി. ഞാൻ എടുത്തു കൊടുത്ത ആർക്കൈവിൽ ഇങ്ങനെ തിരിച്ചു വരും. അങ്ങനെയാണല്ലേ ഒരുപാട്. എന്റെ വീട് ഇപ്പൊ എന്റെ ഇരിക്കുന്ന വീട് തന്നെ Pinterest ഉണ്ടായത്. സീരിയസ്ലി അതിനകത്തുള്ള ഓരോ റൂം ഡിസൈൻ ചെയ്തതും അതും ഇതും ഹാള് എല്ലാം സെറ്റപ്പ് നമ്മളെ സിനിമ ഫുള്ള് Pinterest എടുത്ത്. ഇപ്പൊ എഞ്ചിനീയറിനെ എടുത്ത് വയ്ക്കും. സത്യം പറഞ്ഞു, എഞ്ചിനീയർ പഠിച്ചിട്ടുണ്ടോ? എന്റെ കയ്യിൽ Pinterest ഉള്ള കാര്യം പുള്ളി കണ്ടോടാ. ഞാൻ ഓരോ സാധനം പറഞ്ഞു. പേളി ചേച്ചിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേ ആ ഒരു ഫുഡ് കോംബോ പറഞ്ഞത് അത് ഇനി ട്രെൻഡിങ് ആവാനൊന്നും ഇല്ല. എല്ലായിടത്തും ചേട്ടനാ പറയുന്ന രീതി, ഇത്തിരി കട്ടത്തൈര്, ചക്കക്കുരു മാങ്ങയും കറിയും, ആ ഒരു അതൊരു ഹോട്ടലിൽ എന്റെ പേരിട്ടിട്ടൊരു കറി വന്നിട്ടുണ്ട്, ആസിഫ് അലി പ്രോൺസ് കറി. അതെ, എവിടെ എവിടെയാന്ന് പറഞ്ഞു വെറുതെ അവർക്ക് പരസ്യം കൊടുക്കണത്. എറണാകുളത്താണോ ചോദിക്കായിരുന്നു. അത് ശരിയാ. ഇതുപോലത്തെ ഏതെങ്കിലും വേറെ ഒരു ഫുഡ് കോംബോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല, അത് ആ ഒറ്റ സ്പെഷ്യൽ ആയിരുന്നു. അതാണ് comfort food. ഇപ്പൊ എല്ലാരും ചോദിക്കും, ഞാൻ പറയാറില്ല. ഉണ്ടപ്പോ പറയത്തില്ല. പുതിയ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാറില്ല. ഇതുപോലത്തെ നാടൻ വിഭവങ്ങളാണോ കൂടുതലും താല്പര്യം? അല്ലല്ല, ഓരോ മൂഡ് അനുസരിച്ചാണ്. എനിക്ക് എല്ലാത്തിനും എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പല പല ഭക്ഷണങ്ങളുണ്ട്. ഓരോ മൂഡിനനുസരിച്ച് കഴിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ പാലക്കാട് വരെ പോയി ഒരു ദിവസം ഇഡലിയും മട്ടനും കഴിക്കാനായിരുന്നു. നിങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 6 മണിക്ക് എന്തോ തീർന്നു. അന്ന് പ്ലാൻ ചെയ്തിട്ട് പാലക്കാട് രാത്രി 10-11 മണിയായപ്പോ അവിടെ ചെന്ന് ഒരു ഇഡലിയും മട്ടനും ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. ആണോ? അയ്യോ, അത് കൊള്ളാം, അടിപൊളി. കഴിച്ചാലോ എന്ന് പറഞ്ഞു വിളിച്ചിട്ടോ, എന്നിട്ട് പുള്ളി കഴിക്കുകയില്ല. ബാക്കി എല്ലാവർക്കും കഴിപ്പിച്ചിട്ട് സന്തോഷമാവുന്നത്. സാറ് തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. കുറച്ച് മുമ്പേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ നാളായിട്ട് ഉള്ളൊരു വിഷയം പക്ഷെ ആരും ചർച്ച ചെയ്യാത്ത വിഷയമായതുകൊണ്ട് ഇത് ചൂസ് ചെയ്താന്ന് പറഞ്ഞു. ഇപ്പം എമ്പുരാൻ ഇറങ്ങിയപ്പോഴാണെങ്കിൽ തന്നെയും അതിലും കുറച്ച് ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പോർട്രേ ചെയ്തതിൻ്റെ പുറത്ത് ഒരുപാട് ഇഷ്യൂസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പം ആൾക്കാർ എങ്ങനെ റെസ്പോൺസ് ചെയ്യും എന്ന് ആലോചിച്ചതിന് ശേഷം എഴുതേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടോ? അല്ല, എനിക്കൊന്നും എമ്പുരാനിൽ പറഞ്ഞിരിക്കുന്ന ഈ വിവാദമായിട്ടുള്ള ഭാഗം ഇതിനു മുമ്പും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി സിനിമയിൽ വന്നിട്ടുണ്ട്. അതൊരു പുതുമ എനിക്ക് തോന്നിയില്ല. മീൻസ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണം എന്ന് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് വരണോ? ഇപ്പൊ ഞാൻ ഇല്ല, ആസിഫിക്കോട് ആകപ്പാടെ ഇതിനെ പറ്റിയിട്ടൊന്ന് റിയാക്ട് ചെയ്ത് സംസാരിച്ച ഒരേ ഒരാൾ ആസിഫിക്കാണ്. അപ്പൊ ബാക്കിയും കൂടെ ചോദിച്ചു. റിയാക്ഷൻ കഴിഞ്ഞു, പറഞ്ഞു സിനിമയായിട്ട് കാണാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴേ ഇങ്ങോട്ട് നമ്മളിങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തില് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അല്ലെ പീഡനം അതൊരു ഗ്രൂപ്പ് മാത്രമല്ല, ഇവിടെ അതിനൊരു മറുവശമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും. എന്തായാലും ആഭ്യന്തര കുറ്റവാളി ഒരു വലിയ ഹിറ്റ് ആവട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും ഫിലിം കരിയറിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ. താങ്ക് യു.